അന്ന പ്രോപ്പർട്ടി ഹോം സ്വീറ്റ് ഹോംസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. 80കളിൽ മലയാള സിനിമയിലെ റൊമാൻറ്റിക് ഹീറോ ആയിരുന്ന ശങ്കർ കേരളോത്സവം 2009 എന്ന തൻ്റെ ചിത്രത്തിലൂടെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ പുതുമുഖ നായിക. കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സംവിധായകൻ VM വിനുവിൻ്റെ പെൺപട്ടണം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലും അതുവഴി മലയാളി പ്രേക്ഷകൻ്റെ മനസ്സിലും സജീവ സാന്നിധ്യമായി മാറിയ വിഷ്ണുപ്രിയ. അന്ന പ്രോപ്പർട്ടീസ് സെലിബ്രിറ്റി ഹോംസിൻ്റെ ഈ എപ്പിസോഡിലൂടെ വിഷ്ണുപ്രിയയും വിഷ്ണുപ്രിയയുടെ വീടുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. പോവാം നമുക്ക്. വിഷ്ണുപ്രിയ നമ്മളെ കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. എനിക്കറിയാം ധന്യ ഒന്നും പറയണ്ട. കാത്തിരിക്കാം. നൈസ്, പെൺപട്ടണം ഞാൻ കണ്ടിരുന്നു കേട്ടോ. നന്നായിരുന്നു, നല്ല വരൂ ഇരിക്കാം. കംഫർട്ടബിൾ. എത്ര നാളായി ഇവിടെ വന്നിട്ട്? ഇപ്പൊ ഷൂട്ടിലായിരുന്നു, ജസ്റ്റ് 5 days ആയുള്ളൂ വന്നിട്ട്. അല്ല, ഈ വീട് വാങ്ങി അതും ഇപ്പൊ കറക്റ്റ് 5 months ആവുള്ളൂ. ഞാൻ നേരത്തെ താമസിച്ച മാവേലിക്കരയിലാണ്. അവിടെ കുടുംബ വീടായിരുന്നു. അപ്പൊ കാരണം ഇവിടെ ഷിഫ്റ്റ് ആയത് എല്ലാം ആഡ് വർക്ക് ആയാലും ഓഡീഷൻ ഉണ്ടെങ്കിലും എല്ലാം ഇവിടെ വരണമായിരുന്നു. സൗകര്യം ഇവിടെയാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് ഈ വീട് വാങ്ങി. ഇടയിലൊരു താമസ സ്ഥലം കൂടി ഉണ്ടായിരുന്നു, ബഹ്റൈനിലാണ്. അവിടെയാണ് സെറ്റിൽ ആയിരിക്കുന്നത്. അവിടെ പക്ഷെ ഫ്ലാറ്റ് ആണ്, വീടല്ല, ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പൊ എല്ലാ ലൈഫിന്റെ ഒരു സിറ്റുവേഷൻസ് അറിഞ്ഞിട്ടുണ്ടല്ലോ. വീട്ടില് നാട്ടും പുറത്തൊരു താമസം, ഫ്ലാറ്റിലുള്ള താമസം, ഇപ്പൊ ഇവിടെ സിറ്റിയിലുള്ള താമസം. സിറ്റി ആണെങ്കിലും കുറച്ച് അതിന്റെ ഒരു നാട്ടിൻ പുറത്തിന്റെ ഒരു സുഖമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ അതെല്ലാം ഒന്ന് നോക്കിയിട്ടാണ് ശരിക്കും വീട് വാങ്ങിച്ചത്. ഈ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവുന്നതാണ് കുടുംബം എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു വീട്ടിലെ ഏറ്റവും കൂടുതൽ ലൈവ്ലി ആയിട്ടുള്ള ഏരിയ ആണ് ലിവിംഗ് റൂം. എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് വർത്താനം. അങ്ങനെയുള്ളൊരു ലൈവ്ലി ആയ ലിവിംഗ് റൂം ആണോ ഇത്? അഫ്കോഴ്സ്, കാരണം നമ്മള് വീട് നോക്കാൻ വന്നപ്പോൾ തന്നെ ഇത് പകുതിയോളം ഫർണിഷ്ഡ് ആയിരുന്നു. അപ്പൊ കയറി വന്നപ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ്സും നമ്മള് മനസ്സിനൊരു എന്താ പറയുക സന്തോഷം കിട്ടുന്ന ടൈപ്പ് ഒരു ഏരിയ ആയിരുന്നു. അത്ര സ്പേഷ്യസ് അല്ല, എന്നാലും ഉള്ളത് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഇറ്റ് വാസ് ലുക്കിംഗ് നൈസ്. അപ്പൊ അപ്പോഴാണ് നമുക്ക് ഉള്ളിലോട്ട് കയറിയ ബാക്കിയെല്ലാം നോക്കാവുന്നുള്ള ആ ഒരു ഇത് വന്നത്. ഇവിടെ ഒരു ലൈവ്ലിനെസ് ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഇന്റീരിയറിലാണെങ്കിലും ഇത് അച്ഛനും അമ്മയാണ്. അച്ഛനും അമ്മ, പിന്നെ അത് ചേട്ടന്മാര്, ചേച്ചി, എല്ലാവരും കൂടുമ്പോ ശരിക്കും ഒരു ഉത്സവം പോലെ. എല്ലാരും ഉള്ളപ്പോ നല്ല രസമാണ്. പക്ഷെ ഇപ്പൊ അച്ഛൻ ബഹ്റൈനിലാണ്, മൂത്ത ചേട്ടൻ ബാംഗ്ലൂരിലാണ്. അങ്ങനെ ഒരു ഞാനും അമ്മയും രണ്ടാമത്തെ ചേട്ടനും മാത്രമേ ഉള്ളൂ ഇപ്പൊ. നിങ്ങളായിട്ട് മാക്സിമം അടിച്ചു. അതെ, എന്റെ അമ്മ മതി, അമ്മയും ഞാനും കൂടെ മതി. ഈ ബാക്കില് വളരെ എന്താ പറയാ പ്രഷ്യസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് എല്ലാം കിട്ടിയ ട്രോഫീസ് ആയിരിക്കും അല്ലേ? അതെ അതെ. ഓ, ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ പറയുന്നത്. സാധാരണ ഇവിടെ വന്ന് ട്രോഫീസ് കണ്ടു ഇത് നിങ്ങൾ മേടിച്ചു വെച്ചതാണോ എന്ന് കേൾക്കുമ്പോ എനിക്ക് ദേഷ്യവും വരും, സങ്കടവും വരും. കാരണം നമ്മള് ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് കിട്ടുന്നത്. അതിന്റെ തിളക്കമാണ് ശരിക്കും അതിൽ കാണുന്നത്. ആ കഷ്ടപ്പാടിനെ കുറിച്ച് അറിയാത്ത ആരെങ്കിലും ചോദിച്ചതെന്ന് ഞാൻ അവര് ചുമ്മാ ജോക്കിന് പറയണം. എന്തിനൊക്കെയാണ് അത് കിട്ടിയിരിക്കുന്ന? കൂടുതലും ഡാൻസിനും പിന്നെ ഡ്രാമ, ഗ്രൂപ്പ് ചാമ്പ്യൻ, അങ്ങനെയൊക്കെ. ഇപ്പം ഞാനിങ്ങനെ നോക്കുമ്പോഴേ ഓരോ ലൈവ്ലി ആയിട്ടുള്ള ഒരു ഏരിയാസ് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാണ്. ഇപ്പൊ ഒരു കേർട്ടനില് ആ ഒരു മിക്സ് കാണുന്നുണ്ട്. എന്നാൽ ഉള്ളിലെ കർട്ടൻ, ഇന്നർ കർട്ടൻ വളരെ ലൈറ്റ്, പുറത്തേക്ക് അതിന്റെ ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നത്. ഒരു ലൈറ്റ് ഷെയ്ഡിൽ വരെ ആ ഒരു ഇന്റീരിയറിൽ ഒരു താല്പര്യം ഉണ്ടോ?
ഭയങ്കര താല്പര്യമുണ്ട്. എനിക്കും എൻ്റെ എൽഡസ്റ്റ് ബ്രദർ ആയാലും രണ്ടാമത്തെ ചേട്ടൻ, നമ്മൾ 3 പേരുമാണ് കൂടുതലും സെലക്ഷൻസ് ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇന്റീരിയറിനോട് നമ്മൾ ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഒരു മനസ്സിന് സന്തോഷം വരാൻ വേണ്ടിയിട്ട് ഇന്നും കുറേ ഡെക്കറേഷൻസ്, അങ്ങനെ ഒരുപാട് വൈൽഡ് ഡെക്കറേഷൻസ് വേണമെന്നില്ല, എന്നാലും ഉള്ളത് നല്ല ഭംഗിയുള്ള സംഭവങ്ങൾ വേണമെന്ന്. നീ എന്റേതല്ലേ, എന്റെ സ്വന്തമല്ലേ, പൊന്നല്ലേ, നീ എന്റെ മാത്രമല്ലേ, എന്നിട്ടെന്തിനിയും പരിഭവമുള്ളേ, കൊച്ചു കൊച്ചു കുറുമ്പിൻ മുള്ളുവച്ച മുനകൾ, അതിലാരോരും അറിയാത്ത രസമില്ലയോ, അല്ലേ ഇനി എന്തായാലും നമ്മൾ ഇവിടെ ഇരുന്ന് കുറെ സംസാരിക്കണം. നമുക്ക് ബാക്കി വീട്ടിൽ നോക്കിയിട്ട് അങ്ങനെ സംസാരിക്കാം. ഇങ്ങോട്ട് ഇവിടെയാണ് എൻ്റെ വിശാലമായ ഡൈനിങ് റൂം. പറഞ്ഞത് കറക്റ്റാണ്, വിശാലമായ ഡൈനിങ് റൂം. അത് വിഷ്ണുപ്ര, എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ലൈറ്റ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ്. എല്ലാ ലൈറ്റ് ഷെയ്ഡ്സും ഭയങ്കര രസമായിട്ടുണ്ട്. എല്ലാം ഈ ഫ്ലവറിന്റെ ഷേപ്പിലാണ് കൂടുതലും മേടിച്ചിരിക്കുന്നത്. അത് ഒരു പോസിറ്റീവ് എനർജി തരുന്ന കാര്യമാണല്ലോ അല്ലേ? നമ്മളെപ്പോഴും പോസിറ്റീവ് എനർജി. ഓക്കെ, ഇതിലൂടെയാണ് ഞാൻ വന്നപ്പോ ഗേറ്റ് ഇങ്ങനെ മാജിക് പോലെ ഓപ്പൺ ആയത് കണ്ടുപിടിച്ചു. ഞാൻ വെച്ചാൽ തന്നെയായിരിക്കും എനിക്ക് 6 സെൻസ് ഒക്കെ കിട്ടി. പിന്നെ ആരെങ്കിലും ഇപ്പൊ വന്നിട്ടുണ്ടോ നമുക്ക് നോക്കിയത്. അതായത് ഇത് കാണുന്നവർക്ക് ഒരു ന്യൂസും കൂടിയാണ്, ഇൻഫർമേഷൻ അല്ലേ? ഇത്ര വലിയ സൗണ്ട് ഒക്കെ ഉണ്ടാവും, എന്നാലും കാണാൻ പറ്റും. ആരും വന്നിട്ടില്ല. ചേച്ചി നടന്നു പോകുന്നുണ്ടോ? ഒരു ചേച്ചി ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട് അത് കൂടെ ആരെങ്കിലും? അങ്ങനെയല്ല, ആരെങ്കിലും പുറത്ത് വന്നുമ്പോ അവർ ബെല്ലടിക്കുമ്പോ. അടുക്കളയിൽ നിന്നുള്ള വിഭവങ്ങൾ നേരിട്ടെത്തുന്ന ഒരു സ്ഥലമാണ്. എന്തൊക്കെയാണ് കൂടുതൽ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളാണോ? അല്ല, നമ്മള് നോൺ വെജ് ആണ്. നമുക്ക് വെജിറ്റേറിയനോട് വലിയ താല്പര്യമില്ല.